മോസ്കോയിൽ നടന്ന ആർമി 2024 ഇൻ്റർനാഷണൽ മിലിറ്ററി ടെക്നിക്കൽ ഫോറത്തിനിടെ ഡ്രോൺ നിർമ്മാതാക്കളായ അൺമാൻഡ് സിസ്റ്റംസ് ഗ്രൂപ്പ് ഒരു പ്രഖ്യാപനം നടത്തി. റഷ്യയ്ക്കുള്ളിൽ നിന്ന് മാത്രമല്ല, പുറത്തുനിന്നും വലിയ തോതിൽ ഡ്രോണിനായി ആവശ്യമുയരുന്നുണ്ട്, പ്രത്യേകിച്ചും ബെലാറസിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും. ഈ റഷ്യൻ കമ്പനിയുടെ പ്രഖ്യാപനം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള സൂചനയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഡ്രോണുകളുടെ കൂട്ടത്തെപ്പോലും ചെറുക്കുന്നതിനും ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി ഉയർന്ന സ്ഫോടനശേഷിയുള്ള പ്രീ ഫ്രാഗ്മെൻറ്റഡ് ഷെല്ലുകൾ സ്വന്തമാക്കുകയാണ് ഇന്ത്യൻ നാവികസേന. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ 30 mm ഹൈ എക്സ്പ്ലോസീവ് പ്രീ ഫോംഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഷെല്ലിൻ്റെ നിർമ്മാണരേഖ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ നേവൽ ആർമമെൻറ്റ് ഇൻസ്പെക്ഷൻ ഡയറക്ടർ ജനറലിന് കൈമാറി. DRDOയുടെ പൂനെ ആസ്ഥാനമായുള്ള ലബോറട്ടറിയായ ARDE വികസിപ്പിച്ചെടുത്ത ഈ 30 mm HEPF ഷെൽ ഡ്രോണുകൾക്കെതിരായ ഇന്ത്യൻ നാവികസേനയുടെ പോരാട്ടശേഷി കൂടുതൽ വർദ്ധിപ്പിക്കും. ജബൽപൂരിലെ നേവൽ ആർമമെൻറ്റ് ഇൻസ്പെക്ടറേറ്റുമായി സഹകരിച്ചാണ് ഷെല്ലുകളുടെ ഗൺ ഫയറിംഗ് പ്രൂഫ് ടെസ്റ്റുകൾ നടത്തിയത്. AK-630 നാവിക തോക്കുകൾ ഘടിപ്പിച്ച കപ്പലുകളിൽ നിന്ന് ഈ ഷെല്ലുകൾ തൊടുക്കാം. ഉയർന്ന സ്ഫോടകശേഷിയുള്ള പ്രീ ഫ്രാഗ്മെൻറ്റ് ഷെല്ലുകൾക്ക് 5 കിലോമീറ്റർ പരിധിയിൽ സെക്കൻഡിൽ 850 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന 600ഓളം ലോഹ കഷ്ണങ്ങളെ ചിന്നിച്ചിതറിപ്പിക്കാൻ കഴിയും. പാകിസ്ഥാനിലേക്ക് ഡ്രോണുകൾ കൂടുതലായി വരുന്നു എന്നതിനർത്ഥം അതിർത്തി വഴി ആയുധങ്ങളും ലഹരി വസ്തുക്കളും ഇന്ത്യയിലെത്താനുള്ള സാധ്യത കൂടുന്നു എന്നത് തന്നെയാണ്. അടുത്തിടെ BSFും പഞ്ചാബ് പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ പഞ്ചാബിലെ താൻതരൻ ജില്ലയിൽ നിന്നും ചൈന നിർമ്മിച്ച DJI മാവിക് 3 ഡ്രോണുകൾ ലഭിച്ചിരുന്നു. മികച്ച ഗുണനിലവാരത്തിൽ ചിത്രങ്ങളും വീഡിയോകളും പകർത്തുന്നതിനും തടസ്സങ്ങളെ ഒഴിവാക്കി പറക്കുന്നതിനും പേരുകേട്ടവയാണ് ഇത്തരം ഡ്രോണുകൾ. പരമാവധി 46 മിനിറ്റ് വരെ ഇത്തരം ഡ്രോണുകൾക്ക് നിർത്താതെ പറക്കാനാവും. ഈ വർഷം മാത്രം അതിർത്തി കടന്നെത്തിയ 137 ഡ്രോണുകളാണ് ഇന്ത്യയിലെ സുരക്ഷാ സേനകൾ പിടികൂടിയത്. ഈ ഡ്രോണുകളിൽ നിന്നും 28 ആയുധങ്ങളും 160 കിലോഗ്രാം ഹെറോയിനും പിടികൂടിയിരുന്നു. ആയുധങ്ങളിൽ 2 AK തോക്കുകൾ ഉൾപ്പെടുന്നുണ്ടെന്ന് BSF IG അതുൽ ഫുൽസേല അടുത്തിടെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകൾ 3-4 കിലോഗ്രാം ഭാരവും വഹിച്ചാണ് അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയിരുന്നത്. പറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും ഡ്രോണുകളെ വേഗത്തിൽ കണ്ടെത്താൻ സഹായിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 500 ഗ്രാമിൽ താഴെ മാത്രം ഭാരം വഹിച്ചുകൊണ്ട് നിശബ്ദമായാണ് ഡ്രോണുകൾ എത്തുന്നത്. രാത്രിയിലും ഇവയ്ക്ക് സഞ്ചരിക്കാനാവുമെന്നത് സൈന്യത്തിൻ്റെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നുണ്ട്.